അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചെറിയൊരു ആയത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് മഹത്വങ്ങൾ ഈ ആയത്തിനുണ്ട്. ഈ ആയത്ത് ഓതിയിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഏതാണോ അല്ലാഹു സാധിപ്പിച്ചു തരും. ഓരോ ആയത്തിനും മഹത്വങ്ങളായ പണ്ഡിതന്മാർ ഒരു അതിൻ്റെതായ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ മഹത്വങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഈ ആയത്ത് ഓതുക, ഓതിയിട്ട് നല്ല ഖലാസോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. കടമുള്ളവരോട്, ഭവനമില്ലാത്തവരോട്, മക്കളില്ലാത്തവരോട്, മക്കളുടെ വിവാഹ പ്രായമെത്തി നിൽക്കുന്നവരോട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരോട് ഇൻഷാ അല്ലാഹ് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങളുടെ ഹലാലായ മുറാദുകൾ സാധിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമുക്ക് പെട്ടെന്നൊരു വിഷമം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നാൽ, നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ കുടുങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ആയത്തിൽ 100 പ്രാവശ്യം നമ്മൾ ഓതണം. എത്ര പ്രാവശ്യം? 100 പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് അല്ലാഹുവേ, ഞാൻ എന്നെ വേദനിപ്പിക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ് എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ഇഖ്ലാസോടെ നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു അതിനെ ഒരു പരിഹാരം കണ്ടെത്തി തരുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വിഷമമുള്ള ഒരു കാര്യം ഈ ആയത്ത് ഓതിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ഈ ആയത്ത് അല്ലാഹുവിനോട് അപ്പോൾ തന്നെ ശുപാർശ ചെയ്യുന്നതാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആയത്ത് ഓതിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഈ ആയത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിനോട് ഇരുകൈകൾ നീട്ടി ആ കരങ്ങൾ വലിക്കുന്നതിന് മുമ്പേ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉത്തരം നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഓതുക. എൻ്റെ റബ്ബ് ഈ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് തട്ടുകയില്ല. അവന്റെ കലാം അങ്ങനെയുള്ള കലാമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെയുള്ള ഖുർആനാണ്. തീർച്ചയായിട്ടും എനിക്കിതിന് പരിഹാരം അല്ലാഹു നൽകുമെന്ന് നല്ല ഖലാസോടെ നിങ്ങൾ ഓതുക. അപ്പോൾ കടമുള്ള ആൾക്കാർ, കടം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്നവർ, ഭവനമില്ലാത്തവർ, വാടക വീടുകളിൽ കഴിയുന്നവർ, മക്കളുടെ വിവാഹ പ്രായമെത്തി നിന്നിട്ട് നല്ല ഒരു ഇണയെ കിട്ടാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത്, 100 വട്ടം ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. നല്ല ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബേ അല്ലാഹുവേ, നീ എന്നെ മോശക്കാരനാക്കല്ല അല്ലാഹ്. പടച്ചവനെ, എന്റെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ, അതുപോലെ തന്നെ മക്കളില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ കടങ്ങൾ കൊണ്ട് വലിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ല ഇഖ്ലാസോടെ ഈ ആയത്തിൽ 100 വട്ടം ഓതിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. അല്ലാഹുവുമായി അടുക്കണം. നമ്മൾ അല്ലാഹുവുമായി അടുക്കണം. പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹുവുമായി അടുക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ പറയണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കടം വരില്ല, ദാരിദ്ര്യം വരില്ല, വലിയ ബർക്കത്താണ്. ഏതാണ് ആ 4 കാര്യങ്ങൾ? പ്രത്യേകം ശ്രദ്ധിക്കണം. 4 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദാരിദ്ര്യം വരികയില്ല, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാം. പ്രത്യേകിച്ച് എന്റെ ഉമ്മമാരെ, സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഇത് മനസ്സിലാക്കേണ്ടിയുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, സുബഹിക്ക് മുന്നേ നമ്മൾ എഴുന്നേൽക്കുക. സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നവർ അല്ലാഹു ദാരിദ്ര്യം നൽകുകയില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബർക്കത്താണ്. നിങ്ങൾ സുബഹി നമസ്കരിക്കാതെയാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക്
ഏത് വിഷയമാണെങ്കിലും ബർക്കത്തില്ലാത്തതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അവ സുബഹി നമസ്കരിച്ചിട്ട് നിങ്ങൾ തുടങ്ങിയാൽ അല്ലാഹു വലിയ ബർക്കത്താണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wudu എടുക്കുന്നവർക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകുകയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ wudu എടുത്ത് ശീലിച്ച് നോക്ക്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് wudu ചെയ്ത് മുസല്ലിയിൽ ഇരിക്കുന്നവന് അല്ലാഹു ദാരിദ്ര്യം നൽകുകയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്. നാലാമത്തെ കാര്യം ഇശാ നമസ്കാരം കഴിഞ്ഞ് വിത്ർ നമസ്കാരം കഴിഞ്ഞ് നാം പുറത്തിറങ്ങുമ്പോൾ അനാവശ്യ സംസാരങ്ങൾ ആരെയും കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ഫിത്ന പറയാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവ ആരെയും പരദൂഷണങ്ങൾ പറയാതെ രക്ഷപ്പെടുക. അല്ലാഹു കാക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, നാം ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ആ കുറ്റം അവനിൽ വന്നിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നത്, ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ വെറുതെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, അല്ലാഹ്, ഈ മനുഷ്യനൊരു 10 പൈസയ്ക്ക് വകയില്ലാത്തവനാണല്ലോ, ഇവൻ വേറെ ഒരു 10 പൈസയ്ക്ക് വകയില്ലാത്തവനാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. മഹാനവറുകൾ പറയുകയാണ്, ആ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു 10 പൈസയ്ക്ക് വകയില്ലാത്തവനാണല്ലോ, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് 10 പൈസയ്ക്ക് ഗതിയില്ലാതെയായി മാറി. പിന്നീട് 60,000 ദിർഹം കടം പറ്റിയിട്ടാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് മരണപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. നോക്ക്, അതുകൊണ്ട് നമ്മൾ ആരെയും ആക്ഷേപിക്കൽ. കറമല്ലാഹു ബനി ആദം സന്തതികൾ ആരാ ബഹുമാനിച്ചത്? അല്ലാഹു ബഹുമാനിച്ചു മനുഷ്യരെ. അല്ലാഹു ആദം സന്തതികളെ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനെ കുറിച്ച് നമ്മൾ മോശപ്പെടുത്തേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവസാന മഹാനവറുകളുടെ കട ഇബ്നു സീരീൻ റഹിമഹുല്ലാഹുവിന്റെ കട മക്കളാണ് വീട്ടിയത്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല. എന്നാൽ ആ കാര്യം നമ്മളിൽ എത്തിച്ചേർന്നിട്ടല്ലാതെ നമ്മൾ മരണപ്പെടുകയില്ല. അതുകൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മേൽപ്പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, നമുക്ക് പെട്ടെന്നൊരു വിഷമം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നാൽ, നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ കുടുങ്ങിപ്പോയാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ആയത്ത് 100 വട്ടം ഓതിയിട്ടുണ്ടാകുകയേ, ഞാൻ ഈ വേദനിപ്പിക്കുന്ന വിഷയത്തിൽ എനിക്ക് നീ പരിഹാരം കണ്ടെത്തി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് അല്ലാഹുവിനോട് അപ്പോൾ തന്നെ ശുപാർശ ചെയ്യുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ അല്ലാഹുവിനോട് 2 കൈകൾ നീട്ടിയിട്ട് ആ കരങ്ങൾ വലിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു നമുക്ക് പടച്ചവൻ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള വഴികൾ അല്ലാഹു വിശാലമാക്കി തരുന്നത് ഏതാണ്? ആയത്തുകളുടെ നേതാവായ, ആയത്തുകളുടെ ലീഡറായ ആയത്തുൽ കുർസിയാണ്. എല്ലാവർക്കും ആയത്തുൽ കുർസി അറിയാം. അപ്പൊ ഓരോ ആയത്തിന്റെയും മഹത്വങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഈ മഹത്വങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള സഹോദരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പൊ ഓരോ ആയത്തിന്റെ മഹത്വങ്ങളും അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുകയും നിങ്ങൾക്ക് അതൊക്കെ ഓതാനും കഴിയും. പടച്ചവനെ, നിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം. അപ്പൊ ആയത്തുൽ കുർസിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഓതേണ്ടിയുള്ളത് 100 വട്ടം ആയത്തുൽ കുർസിയാണ്. ഞാൻ ഓതുന്ന ആയത്തുൽ കുർസി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم
يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അപ്പോൾ ഈ മഹത്തായ ആയത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഈ ആയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം നേരിടുകയാണെങ്കിൽ 100 വട്ടം ഓതിയിട്ട് അല്ലാഹു നമ്മളെ ദുആ ചെയ്യ്. നല്ല ഇഖ്ലാസോടെ പഠിച്ചവനെ നിന്റെ ഖുർആൻ വലിയ മഹത്വമുണ്ട്. ലാ ബാനി ലിമാഅത വലാ മുഅതി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ യഖദിൽ ജദ്ദ മുൽ ജദ്ദ അല്ലാഹുവേ നീ നൽകപ്പെട്ട അല്ലാഹുവേ നീ ഒരാൾക്കൊരു കാര്യം നൽകാൻ ഉദ്ദേശിച്ചാൽ അത് തടയുന്നവനാരുമില്ലേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഓതിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത് അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചേരുന്നതാണ്. അല്ലാഹു നമ്മൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോകളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു സകല ഇത് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ربنا وما كما ربنا صغارا. അർഹമർറഹീമായ അല്ലാഹുവേ പ്രപഞ്ചസത്താവായ പടച്ചവനെ നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ പലരും പലവിധ രോഗികളാണ്. ഞങ്ങൾ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ മക്കളെല്ലാം രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹായുദ്ധത്തിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന് കള്ളക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.